കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. നമസ്കാരം. വെട്ടൻ ടെലിവിഷൻ തെരഞ്ഞെടുപ്പ് വാർത്തയിലേക്ക് സ്വാഗതം. മലപ്പുറം ജില്ലയുടെ ഇടത് സർക്കാർ വിവേചനം കാട്ടി. പ്രതിപക്ഷ MLA-മാർക്ക് ഫണ്ട് അനുവദിക്കുന്നതിൽ വേർതിരിവ് കാട്ടി. താനൂരിലും തവനൂരിലും ആവശ്യത്തിലധികം ഫണ്ട് നൽകിയപ്പോൾ തിരൂരിനോട് കാട്ടിയത് കടുത്ത അവഗണനയെന്ന് തിരൂരിലെ UDF സ്ഥാനാർത്ഥി കുറുക്കോളി മൊയ്തീൻ പറഞ്ഞു. പരിമിതികൾക്കുള്ളിൽ നിന്നാണ് തിരൂരിൽ ഇക്കണ്ട വികസനങ്ങളത്രയും ചെയ്തതെന്ന് UDF സ്ഥാനാർത്ഥി കുറുക്കോളി മൊയ്തീൻ പറഞ്ഞു. പൊന്മുണ്ടം ബൈപ്പാസ് റോഡിന് ഫണ്ട് അനുവദിച്ചത് ഏറെ വൈകിയാണെന്നും കുറുക്കോളി മൊയ്തീൻ പറഞ്ഞു. ഈ ജില്ലയോട് തന്നെ പൊതുവെ കടുത്ത അവഗണനയാണ് ഈ ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് പ്രതിപക്ഷ MLA-മാരുള്ള മണ്ഡലങ്ങളിലേക്ക് ബജറ്റ് വരുമ്പോൾ ഞാൻ പുസ്തകം കിട്ടുമ്പോൾ ഒക്കെ നോക്കുമ്പോൾ ഞാൻ മനസ്സിലിങ്ങനെ മറ്റുള്ള ചില MLA-മാരുടെ പ്രതിപക്ഷത്ത് ഉള്ളവരെ അവഗണിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനെ വായിച്ചു നോക്കാറുണ്ട്. താനൂരും തവനൂരും ഇഷ്ടംപോലെ കൊടുക്കുന്നു. അവർ തന്നെ നൂറുകണക്കിന് കോടി രൂപയുടെ പദ്ധതി കിട്ടിയെന്ന് പ്രസ്താവനയിൽ ഇറക്കാറുമുണ്ട്. അപ്പൊ ഞാൻ ഈ 6 കോടിയുടെ പ്രസ്താവനയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരാറുള്ളത്. അപ്പൊ ഒരു ഗവൺമെന്റ് ഈ ജില്ലയിലെ മുഴുവൻ ആളുകളെയും നമ്മളൊക്കെ കേരളീയരാണ് എന്ന ഒരു പ്രഥമ പരിഗണന പോലും നൽകുന്നില്ല എന്ന വസ്തുത വളരെ ഖേദപൂർവ്വം ഞാൻ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കാം. ഇങ്ങനെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഈ ചെറുതാണെങ്കിലും 247 കോടിയുടെ വിവിധങ്ങളായ വികസന പദ്ധതികൾ നമുക്ക് നടപ്പിലാക്കുവാനും കൊണ്ടുവരാനും കഴിഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പ് മേധാവികളെയും എത്ര വട്ട പോയി കണ്ടതും കോണി ഇറങ്ങി താഴെ ഇറങ്ങി നടന്നത് എന്ന് എനിക്കെന്റെ വൃത്തല്ല. അവസാനം കടുത്ത സമ്മർദ്ദത്തിനൊടുവിൽ ഞാൻ ഇതിന് സമരം നടത്തും, പ്രക്ഷോഭം നടത്തും, അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം അഴിമതി തുറന്നു. 4 മാസം മുമ്പാണ് നമ്മളതിന് 6 മാസമായി തറക്കല്ലിടൽ നടത്തി. മന്ത്രി തന്നെ വന്നു നടത്തി. അതിന്റെ പണി തകൃതിയായി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പാലത്തിന്റെ പൊന്മുണ്ടം ബൈപ്പാസിന്റെ 1 കൊല്ലം കൂടി കഴിയണം. 1.5 കൊല്ലമാണ് അവർക്കുള്ള കരാർ ടൈം. അതിൽ 6 മാസം ആയിട്ടുണ്ട്. 1 വർഷം കൂടി കഴിഞ്ഞ് പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ. ആ സന്ദർഭത്തിൽ തന്നെ തന്നിരുന്നു എങ്കിൽ ഈ ജനങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ ഇപ്പൊ സാധിക്കുമായിരുന്നു. അപ്പൊ ഒരു ഗവൺമെന്റിന്റെ നയം നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഭാഗത്തോടുള്ള അവഗണനയുടെ സ്വഭാവം നിങ്ങൾ തിരിച്ചറിയണം. അഡ്വക്കേറ്റ് KA പത്മകുമാർ, വെട്ടം ആലിക്കോയ, നഗരസഭാ അധ്യക്ഷൻ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി എന്നിവരും സംബന്ധിച്ചു. വെട്ടൻ ന്യൂസ്, തിരൂർ. കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ.